ചേട്ടനൊരു കടച്ചക്ക വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ട്ടാ. അപ്പൊ ഞാൻ അതിന്റെ പകുതി എടുത്തിട്ട് നന്നാക്കി എടുത്തിട്ടുണ്ട്. ഒരു മെഴുക്ക് പുരട്ടി വെക്കാനായിട്ട് അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെള്ളം ചേർത്ത് ഇൻഡക്ഷനിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഗ്യാസിന് ക്ഷാമമായപ്പോൾ തുടങ്ങി നമ്മൾ ഇൻഡക്ഷനിലാണ് ട്ടാ പകുതി കാര്യങ്ങൾ ചെയ്യണത്. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട് ട്ടാ. അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ താളിക്കാനായിട്ട് കുറച്ച് ഒരു സവാള, 2-3 വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളിയായിരുന്നു വേണ്ട കേട്ടോ. ഉള്ളി എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ സവാള വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. കടച്ചക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭ്രാന്താണ് ഇവിടെ. എന്നിട്ട് അത്രയും ഇഷ്ടമാണ്. അപ്പം മഞ്ഞൾപ്പൊടി ചേർത്താണ് നമ്മൾ വേവിക്കാൻ വെച്ചേക്കണത്. അതുകൊണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കണത്. നമ്മുടെ സവാളയൊക്കെ മൂത്ത് വന്നപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഇതൊക്കെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത് കേട്ടോ. ഗ്യാസിന് ക്ഷാമമായതുകൊണ്ട് ഇത് താളിക്കാൻ മാത്രം ഞാനിപ്പോൾ ഗ്യാസ് ഓൺ ആക്കുള്ളൂ ട്ടോ. അല്ലാത്ത ഒട്ടുമിക്ക കാര്യങ്ങളും ഞാൻ ഇൻഡക്ഷനിൽ തന്നെയാണ് ചെയ്തെടുക്കണത്. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടച്ചക്ക വേവിച്ച് വെച്ചേക്കണം നമുക്ക് ഇതിനകത്തോട്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ പകുതി ചക്ക എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കടച്ചക്ക. അതൊരു മസാലക്കറി വെക്കാനായിട്ട് നാളെ അത് വെക്കാമെന്ന് എഴുതിയിട്ട് പകുതി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ കറി വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെയും മുഖം വാടും. പിന്നെ നമുക്കും അത്രയും ഇഷ്ടമുള്ള ഫുഡാണല്ലോ, അപ്പോൾ അതുകൊണ്ട് വേഗം ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇന്ന് അത്താഴത്തിന് ചോറിൻ്റെ കൂടെ ഈ മെഴുക്ക് പുരട്ടി ഇരിക്കട്ടെ എന്ന് കരുതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം. താങ്ക് യു.